الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله السميع العليم من الشيطان الرجيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപത്തുള്ള മരണത്തെ ഓർത്തും മരണം മുതൽ ലോകാവസാനം വരെ നമുക്ക് കഴിച്ചു കൂട്ടേണ്ട ഖബറിനെ പറ്റി ആലോചിച്ചും ഉടുതുണിയില്ലാതെ നഗ്നപാതരായി പുരുഷന്മാരാണെങ്കിൽ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നമ്മൾ എന്ന ചിന്ത നിലനിർത്തിയുമൊക്കെ ഈ ലോകത്ത് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. വളരെ പഠനാർഹമായ ഒരു ക്ലാസ്സാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് കറണ്ട് ഓഫായ മാതിരിയാണ് അത് നിന്നത്. ഞാനതിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു ഇവിടെ. ഇനി അവർ പറഞ്ഞതിൽ നിന്ന് എൻ്റെ വിഷയത്തെ എങ്ങനെയാണ് പേർത്തെടുക്കേണ്ടത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബം എന്ന സംവിധാനത്തിന് നൽകിയ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ഈജിപ്തിലാണ്. ചരിത്രങ്ങൾക്കൊക്കെ അറിയാം. ബനു ഇസ്രായേൽക്കാരിൽപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെ അങ്ങാടിയിൽ ഇറങ്ങി ഒരു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഒരു കൊലപാതകത്തിന് സാക്ഷിയായി. സ്വാഭാവികമായി അത് മൂസാ നബി കൊന്നതാണ് എന്നൊരു പ്രചരണം ഉണ്ടായി. എന്നാൽ പിന്നെ നമ്മളിൽ നിന്ന് ഒരുത്തനെ കൊന്നുകണമെങ്കിൽ ഓനെ കൊല്ലണമല്ലോ എന്ന നിലക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ ജനങ്ങൾ തീരുമാനിച്ചു. ഈ വിവരം ഒരു ഗുണകാംക്ഷി വന്നിട്ട് മൂസാ നബിനോട് പറയാണ്, മൂസ, ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. ഇപ്പട്ടുടുത്ത തുണിങ്കുപ്പായപ്പത്തുമ്പോൾ നാട് വിടണം, കാരണം ജനങ്ങൾ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാലും അങ്ങ് പോയി വിവരം പറഞ്ഞ് പറ്റൂല, പോയിക്കൊള്ളണം. ആ അട്ടുടുത്ത തുണിയും കുപ്പായിട്ട് മൂസാ നബി ഈജിപ്ത് വിടുകയാണ്. അങ്ങനെ നടന്ന് ഒരു 6-6:30 മണിക്ക് മദിയൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. മരുഭൂമിയാണ്, ഇനി യാത്ര നടക്കൂല. അപ്പൊ വൈകുന്നേരം അവിടെയൊക്കെ കാണുന്ന ഒരു പൊതു ചിത്രം എന്താന്ന് ചോദിച്ചാൽ, അന്നത്തെ ജനങ്ങൾ കാലികളെ വളർത്തിയിട്ട് അതിനെ വിറ്റും അതിൻ്റെ പാല് കുടിച്ചും ജീവിക്കുകയാണ്. വൈകുന്നേരം കൂട്ടിലാക്കുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ കിണറുണ്ടാവുമല്ലോ മരുഭൂമിയിൽ, അവിടെ ഓരോ കിണറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കിണറ്റിങ്ങലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഓരോരുത്തർ വെള്ളം മുക്കണ്, ഓല കാലുകൾക്ക് കൊടുക്കണ്, കൊടുത്തോല് പോണ്. ഇപ്പം 2 പെൺകുട്ടികൾ ഇങ്ങനെ മാറി നിൽക്കണ് വേറൊരു മരത്തിൻ്റെ ചോട്ടിൽ. മൂസാ നബിക്ക് സംസാരിക്കാൻ ആരുമില്ല, പരിചയമുള്ളൊരു മനുഷ്യനില്ലല്ലോ. ആരോണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് മിണ്ടണ്ടേ എന്നൽക്ക് പെൺകുട്ടികളോട് ചോദിച്ചു, അല്ല എന്താ നിങ്ങളെ വർത്താനങ്ങൾ? വെള്ളം കൊടുത്ത് കഴിഞ്ഞിട്ട് നിൽക്കുകയാണോ, അല്ല വെള്ളം കിട്ടിയിട്ട് നിൽക്കുകയാണോ, എന്താ പ്രശ്നം? ഒന്നുമില്ല, ഞങ്ങൾ ആണുങ്ങളെ തിരക്കൊന്നാട് കഴിഞ്ഞോട്ടെ എന്നുള്ള ആൾക്കാർക്ക് ഞങ്ങളെ വാപ്പ വയസ്സനാണ്, ഇങ്ങോട്ട് വരാനൊന്നും കഴിയൂല. അപ്പോൾ ഈ ആണുങ്ങൾ ഇടയെ പോയിട്ട് കയറ് വാങ്ങി പിടിച്ച് വെള്ളം മുക്കാനുള്ളൊരു കഴിവൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഏതായാലും തിരക്കല്ല, സബൂർ ആകുക, ഓരോന്ന തിരക്കാണ്ട് കഴിഞ്ഞോട്ടെ. അപ്പം മൂസാ നബി ഒരാണാണല്ലോ, അദ്ദേഹം പോയിട്ട് കയറ് പിടിച്ചിട്ട് വെള്ളം മുക്കിക്കൊടുത്ത് പെൺകുട്ടികൾ കാലികൾക്ക് കൊടുത്ത് അയറ്റകൾ പോയി. എന്നിട്ട് മുന്നേ മൂസാ നബി ആദ്യം ഇരുന്ന മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ടൊരു പ്രാർത്ഥന നടത്തി. അതാ കുടുംബം. എന്നിട്ട് നടത്തിയ പ്രാർത്ഥന, റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചവൻ എട്ടുടുത്ത തുണിയും കുപ്പായും അല്ലാതെ തിരുമ്പിട്ട് വേറൊന്നും മാറ്റാൻ എൻ്റെ കയ്യിലില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഇന്ന് രാത്രി ഇപ്പോൾ എവിടെ കിടക്കാന്ന് വെച്ചാൽ എനിക്ക് യാതൊരു അറിവുമില്ല.
അതുകൊണ്ട് എന്ത് തന്നാലും ഞാൻ ആവശ്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, ഒക്കെ വേണം. കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു സാധനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ഭക്ഷണം കൊടുത്തു, പാർപ്പിടം കൊടുത്തു, വസ്ത്രം കൊടുത്തു. എങ്ങനെ കൊടുത്തത്? ഒരു പെണ്ണാണ് കെട്ടിച്ചു കൊടുത്തു. എല്ലാ പ്രശ്നവും തീർന്നു. ആ വെള്ളം കൊടുത്തു പോയ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ബാപ്പ വിളിക്കുന്നുണ്ട്. തല്ലാനല്ല, അജറമാ സഖൈത്തലന, ബേജാറാണല്ലോ. പെൺകുട്ടികൾ വന്നാലേ 10 സെക്കൻഡ് ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ പീഡനാണത്രേ. മൂസാ നബി ബേജാറായിപ്പോയി. അപ്പൊ പെൺകുട്ടിക്ക് മനസ്സിലായി മൂസാ നബിക്ക് ബേജാറപ്പ പറഞ്ഞ് എന്തിനാ വിളിക്കണമെന്ന് അറിയോ? അജറമാ സഖൈത്തലന, ഞങ്ങൾക്ക് വെള്ളം മുക്കി തന്നേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരാനാ. സമാധാനായി. മൂസാ നബി മുമ്പിൽ, ആ പെണ്ണ് ബാക്കിൽ. അങ്ങനെ നടക്കാവൂ. വീട്ടിൽ ചെന്നുങ്ങൾക്ക് ആലോചിച്ച് നോക്കി, ആ പോക്ക് പുതിയാപ്പള പോക്കെ ഇനി. അപ്പൊ എന്തായി? വെള്ളം കിട്ടി, അല്ല ഭക്ഷണം കിട്ടി, പാർപ്പിടം കിട്ടി, വസ്ത്രം കിട്ടി, സമാധാനം കിട്ടി. അതാണ് കുടുംബം. പക്ഷെ ഇന്ന് പെണ്ണ് കെട്ടുന്നതോടുകൂടി ഒക്കെ പോയി. ബാപ്പയായിട്ട് തെറ്റി, ഉമ്മയായിട്ട് തെറ്റി, പെങ്ങന്മാരിപ്പോ വരവില്ല, അയലകത്തെ കോയും കൂടി ഇപ്പം ഇങ്ങോട്ട് വല്ലാതെ വരലില്ല. അവസാനം ബളു ഒഴിവാക്കി ആര്? നമ്മളെ. ഇതാന്നത്തെ കുടുംബം. അവിടെയാണ് നിന്നുകൊണ്ട് നമ്മൾ കുടുംബത്തെ പറ്റി ആലോചിക്കുന്നത്. ആ പ്രസംഗിച്ച് കൂട്ടി പോയോ? അത് പോയിക്കാഞ്ഞോ? അപ്പോ അവർ പറഞ്ഞല്ലോ കുടുംബത്തിന്റെ പ്രാധാന്യം എന്താന്ന്, പെണ്ണിന്റെ പ്രാധാന്യം എന്താന്ന്. നമ്മൾ മാറേണ്ടതിനെ പറ്റിയാണ് ഒരു വളരെ സ്പീഡിൽ അവർ പറഞ്ഞു തീർത്തത്. എവിടുന്ന് തുടങ്ങണം ഞാനറിയല്ലോ. ഇതൊരു 4:30 മണിക്ക് ഇത് നിർത്തേണ്ടതുണ്ട്. 4:30ക്കല്ലേ? 4 മണിക്കാ? എത്രയാണ്? 4:30. അങ്ങനെ ആരോ പറഞ്ഞായിട്ട് കേട്ട്. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, എവിടുന്ന് തുടങ്ങണം മാറ്റം? 4 4 എവിടുന്ന് തുടങ്ങണം? നമ്മൾക്ക് ഇന്ന് പറ്റിയൊരു സൂക്കട എന്താ കാര്യങ്ങൾ? കുട്ടികൾ മോശമായാൽ അത് ന്യൂ ജനറേഷൻ, നമ്മളെ കുഴപ്പമില്ല. കുടുംബം മോശമായി ആണുങ്ങളോട് സംസാരിച്ചാൽ പെണ്ണിന് അരപ്പൈസ പറ്റൂല. പെണ്ണിനോട് സംസാരിച്ചാലോ ഈ ചെങ്ങനെ പുര കയറ്റാൻ പറ്റൂല. ഞാൻ കൗൺസിലിംഗ് നടത്തുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് വരും ആണും പെണ്ണും. ആണുങ്ങോട്ട് വർത്താനം പറയാൻ തുടങ്ങിയാൽ എനിക്ക് തോന്നും, പടച്ചറബേ ഇയാൾ പെട്ടൊരു പെടൽ, വല്ലാത്ത പെടലാണ്. അവൻ ഓൻ്റെ മഴ പെയ്ത് തീർന്ന് ഓനെ പുറത്ത് നിർത്തി ഓളങ്ങോട്ട് വിളിച്ച് ഇരുത്തി നോക്കുമ്പോൾ ഈ ചങ്ങായിനെ ചാട്ടവാറുകൊണ്ട് തല്ലണം. പിന്നെ ആരാ എവിടുന്നാ തുടങ്ങേണ്ടത്? ഞാൻ നന്നാവണോ ഓള് നന്നാവണോ? എവിടുന്നാ തുടങ്ങേണ്ടത്? അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അത് ഒന്നാമത് അതിന് ആദ്യം വേണ്ട എന്താ അറിയോ? എൻ്റെ തെറ്റ് ഞാൻ അംഗീകരിക്കൂല. മഞ്ചേരി ഒരു ചങ്ങായി ഒരു ENT ഡോക്ടർ എടുത്തിട്ട് പെണ്ണുങ്ങളെ ചെവി കാണിക്കാൻ പോയ കഥ പറയലുണ്ട്. ഇവക്ക് തീരെ ചെവിട് കേട്ടൂടാന്ന് പറഞ്ഞാൽ ഇവൾ അംഗീകരിക്കില്ല. ഓളെ കണക്കിന് ഓളെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ വെടി പൊട്ടിച്ചാൽ ദത്ത ഒരു പോകാന്ന് ചോദിച്ചു ഒച്ച ഓള് കേൾക്കൂല. അപ്പൊ ENT ഡോക്ടർ എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഡോക്ടറെ നിങ്ങളെ സഹായിക്കണം, പെണ്ണുങ്ങൾക്ക് തീരെ ചെവിട് കേട്ടൂടെ, ഒരു മരുന്ന് എഴുതി തരണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എൻ്റെ വർത്താനം കേട്ട് മരുന്ന് എഴുതാൻ കഴിയില്ല, പരിശോധിക്കാൻ ഓളെ കണക്കിന് ഓളെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാൻ ഞാനൊരു ടെസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ചെയ്താൽ മതി. എന്താ ടെസ്റ്റ്? ഏതെങ്കിലും ഒഴിവുള്ള സമയത്ത് ഒരു 30 അടി ബേക്കുന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. ഓള് കേൾക്കണതിന്റെ കേൾക്കാത്തതിനെയും പരിധി തീരുമാനിക്കാനാ. അപ്പൊ ഒരു 30 അടി ബേക്കുന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക. കേക്കില്ലെങ്കിൽ ഒരു 5 അടി അടുത്തടുത്ത് നിന്നിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് ഇവിടെ കേക്കായിക എന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരു മരുന്ന് കിട്ടാൻ. അപ്പൊ പൈസ ചെലവില്ലാത്ത ടെസ്റ്റ് ആയതുകൊണ്ട് ഓൻ പറഞ്ഞ് ഞാൻ തന്നെ നടത്തിയോളാണ്. അങ്ങനെ ഇപ്പം ടെസ്റ്റ് നടത്തിയപ്പോഴാണ് അറിയങ്ങൾ മനുഷ്യക്കാര് നേരം വെളുക്കുമ്പോൾ 2 കുക്കർ സീന്നില്ലണ്. ഇവളെ കയ്യിൽ ഓടകോയിൽ. ഞാനൊന്നും എൻ്റെ ജന്മത്തിൻ്റെ ഇടയ്ക്ക് 7 മണി മുമ്പ് അടുക്കളയ്ക്ക് പോയിട്ട് തന്നെയല്ല. കാരണം 10 ഉറുപ്പിക കൊടുത്താൽ ചായ നല്ലത് പുറത്തുനിന്ന് കിട്ടും. അപ്പോഴാണ് ഇവൻ്റെ ഒലക്കമല ടെസ്റ്റ്. ഒരു 30 അടി ബേക്കിന്ന് ഇപ്പം വിളിച്ച് എന്താപ്പം ചായക്ക് കടി എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ. ഒരു മറുപടിയില്ല. അപ്പം 30 അടിയിൽ കേൾക്കൂലെന്ന് ഇവൻ എഴുതി വെച്ച് കടലാസിൽ. 25, 20, 15, 10, 5 ഇഞ്ഞോളെ മേത്തുക്ക. ഈ 5-ലെത്തിയപ്പോൾ ഇയാക്കാണ്ട് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, എന്താ എനിക്ക് ചെവിട് കേൾക്കൂലെങ്കിൽ തുറന്ന് പറഞ്ഞൂടെ? സൂക്കടുണ്ടായാലും സാധാരണല്ലേ, ഇതൊക്കെ ഒരു സൂക്കടാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഡോക്ടർ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവള് പറയാ, അതല്ല മനുഷ്യ, ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞ 5 വട്ടം ചായയും പുട്ടും. മൂപ്പർക്കായ കൈക. ഇതെല്ലാ കുടുംബത്തിലും ഉണ്ട്.
എന്താ മക്കൾ കേട് വരാൻ കാരണം? ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ലോകാവസാനം വരെ വരുന്ന കുട്ടികൾ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയാ ന്യൂ ജനറേഷൻ. അങ്ങനെ ഒരു സംഭവം തന്നെയല്ല. പിന്നെ എന്താ ഉള്ളത്? സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. എൻ്റെ വിഷയം സന്താനമല്ലാത്തതുകൊണ്ട് ഞാൻ ആ വാർത്തക്ക് പോകണില്ല. ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ മാറ്റമുണ്ടാവേണ്ടത് നമ്മിലാണ്. ഓരോരുത്തരിലും മാറ്റമുണ്ടാവണം. നമ്മൾ തീരുമാനിക്കണം. ഞാൻ തീരുമാനിക്കണം എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം, സന്തോഷമുണ്ടാവണം. അതിന് ഞാൻ മാറുക. എവിടെ എത്തി നിൽക്കണമെന്നറിയോ? 57,000 കുടുംബങ്ങളാണ് കേരളത്തിൽ കുടുംബ കോടതിയിൽ കേസ് കൊടുത്ത് ത്വലാഖിന് വേണ്ടി കാത്തു നിൽക്കുന്നു. 57,000. കോഴിക്കോട് കുടുംബ കോടതിയിൽ ഒരു ദമ്പതികൾക്ക് ത്വലാഖ് അനുവദിക്കുന്നതിന് മുമ്പ് 3 കൗൺസിലിംഗ് കൊടുക്കും. ആ കൗൺസിലിംഗ് കൊടുക്കുന്നത് ഒരുപാട് കൗൺസിലിംഗ് നടത്തുന്ന ആളുകളുണ്ട്. ഞാനും അതിൽപ്പെട്ട ഒരാളെ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയത്. ഇതിൻ്റെയൊക്കെ മുമ്പിൽ വരുന്ന ഈ ത്വലാഖിന് വേണ്ടി വാദിക്കാൻ വരുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് തോന്നും ഞാൻ പെണ്ണ് കെട്ടുമ്പോൾ പോലെ എവിടെ ഇനി ആജാതി സൗന്ദര്യമുള്ള കുട്ടികൾ എമ്മാതിരി വാഹനത്തിലാണ് വരുന്നതെന്നറിയോ? ദീറ്റിങ്ങൊക്കെ എന്തേ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, സൗന്ദര്യമുള്ളതുകൊണ്ട് സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുമോ? സമ്പത്ത് കൊണ്ടുണ്ടാവുമോ? ഒരിക്കൽ എട്ടിക്കുളം പയ്യന്നൂരിൻ്റെ അവിടെ ഏഴിമല കഴിഞ്ഞ് നാവിക അക്കാദമി കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് എട്ടിക്കുളം. അതിൻ്റെ അപ്പുറത്ത് ഭൂമിയില്ല. ഞാൻ പോയതാ. പിന്നെ കടലാ. അവിടുന്ന് ഒരു പെണ്ണ് എന്നെ വിളിക്കുകയാണ്, ഞാൻ കൂളിയാട്ടുമല, എനിക്ക് നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എത്ര മനുഷ്യന്മാർ നമ്മൾ വരുന്നതിൻ്റെ ഇടയിലുണ്ട്, എൻ്റെ എന്നെ കാണണം, നിനക്കെന്താ അത്ര വാശി? ഞാൻ നിങ്ങളെ പ്രസംഗം യൂട്യൂബിൽ കേട്ടു, ആരോ അപകടം ചെയ്തതാണ്. സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു 10-40 വയസ്സായ ഒരു പെൺകുട്ടി നമുക്ക് കാണാതെ കുറച്ചു നേരം വരാൻ പറഞ്ഞു. ഞാൻ വന്ന് നോക്കുമ്പോൾ 65. ഇവൾ ഒറ്റക്ക് യാത്ര ചെയ്ത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് 1 കോടി ഉറുപ്പ്യൻ്റെ ഓടി കാറ് കണ്ടത്. പിന്നെ കണ്ടിട്ടുമില്ല. ഈ കാറ് വന്ന് നിന്ന ഉടനെ എൻ്റെ പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കൽ സെൻഡ് ചെയ്യൽ നമ്മൾ വാങ്ങിയതാണ്. ഈ പെണ്ണിൻ്റെ റൂമിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, ഓൾ LKG മുതൽ ഇങ്ങോട്ട് തുടങ്ങി. ഓള് പ്രസവിക്കപ്പെട്ടതും LKG ചേർന്നു, UKG, ഹൈസ്കൂള്, കല്യാണം, തക്കാറ. ഞാൻ പറഞ്ഞില്ല 1.5 മണിക്കൂർ എൻ്റെ പണി മൂളല. മൂളിയിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. അവസാന ബള് പറഞ്ഞ്, മൗലവി ഇപ്പം എനിക്ക് സമാധാനമായി. ഒരു 5,000 ഉറുപ്പ്യൻ്റെ നോട്ട് ഒരു കെട്ടിൻ്റെ മേശപ്പുറത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും സമാധാനമായി. ഞാൻ ഇഞ്ഞും വരും, നിങ്ങൾ വരണോ? നാളെ വരണമെന്ന് ഞാൻ പറഞ്ഞില്ല, മറ്റന്നാളായിക്കോട്ടെ. എന്താ സംഭവം എന്നറിയോ? സംസാരിക്കാൻ മനുഷ്യന്മാരില്ല. ഭർത്താവ് ഇന്റർനാഷണൽ ബിസിനസ്സാണ്, മക്കൾ അഖിലേന്ത്യാ ബിസിനസ്സാണ്, മക്കളെ ഭാര്യമാർ ഹൈസ്കൂൾ ടീച്ചേഴ്സാണ്. ഈ പെൺകുട്ടികളൊക്കെ ഇറങ്ങിപ്പോയ പിന്നെ ഇത് പൊരേല് അമ്മ ഈ മുതല കുത്തിരിക്കണ മാതിരി കുത്തിരിക്കുകയാണ്. അങ്ങനത്തെ കൂടി ആരോടോ ഒന്ന് പറയാം. നിങ്ങൾ നോക്കൂ നമ്മുടെ വീട്ടിലെ സാഹചര്യം. ഒരു വീടിന്റെ സന്തോഷം എന്ന് പറയുന്നത് സഹോദരന്മാരെ സൗകര്യങ്ങളല്ല. പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? സൗകര്യമല്ല ജീവിതത്തിലെ സമാധാനത്തിന്റെ കേന്ദ്രബിന്ദു. എന്ത് സൗകര്യ പ്രവാചകന്റെ വീട്ടിലുണ്ടായിന്? 12 വയസ്സായ ഒരു കുട്ടി പ്രവാചകന്റെ വീട്ടിൽ കയറി കൈ ഇങ്ങനെ പൊന്തിച്ചാൽ മോളിൽ തട്ടും. പ്രവാചകന്റെ വീടിന്റെ ഉയരം മനസ്സിലായല്ലോ. പെൺകുട്ടി ഒന്ന് തെക്ക് വടക്ക് നേരെ കടന്നാ തല തെക്കേ ഭാഗത്തും തട്ടും, കാല് വടക്കേ ഭാഗത്തും തട്ടും. എത്ര സ്ക്വയർ ഫീറ്റ് അപ്പം ആ വീടിനുള്ളത്? ആ വീട്ടിൻ്റെ ഉള്ളിലല്ലേ 9 ഭാര്യമാർ ജീവിച്ചത്? അവർ മരിച്ചു പോകുമ്പോൾ പറഞ്ഞത് ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ പ്രവാചകരെ താങ്കളുടെ ഭാര്യയായി വരാൻ പ്രാർത്ഥിക്കണം എന്നല്ലേ? എന്ത് സൗകര്യം ഉണ്ടായിരുന്നത്? 3 മാസമൊക്കെ തുടർച്ചയായി ആ വീട്ടിൽ അടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞു പോയിട്ടില്ലേ? 3 മാസമൊക്കെ എൻ്റെ ആടെ ചോറ് വെച്ചില്ല, എൻ്റെ പെണ്ണുങ്ങളെ മഷിട്ടെറിഞ്ഞാൽ കാണൂ. നിങ്ങൾ പറയും 3 നേരം വേണ്ട, 3 ദിവസം ഒരേ മീൻ വാങ്ങിയാൽ 4-ാം ദിവസം എനിക്ക് കയറാൻ കഴിയാട്ട്. ഞാൻ ചോദിക്കട്ടെ ഭർത്താക്കന്മാരായ ഞാൻ അടക്കമുള്ള ഭർത്താക്കന്മാരോട്, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കൽ നിങ്ങളെ പെണ്ണുങ്ങളോടാണോ അയലകത്തെ പെണ്ണിനോടാണോ? സത്യം പറയാവൂ. മുണ്ടൂലാന്ന് എനിക്കറിയാം. കാരണം എന്താ അറിയോ? സഭ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചിരിക്കണ്ട. നിങ്ങൾ കൊഞ്ചിക്കുഴൽ മീൻകാരനോടാണോ പുയ്യാപ്പളിനോടാണോ? എന്താ കാര്യം? പുയ്യാപ്പളിൻ്റെ അടുത്ത് എന്തില്ലാത്ത എന്തോ മീൻകാരൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് ഇല്ലാത്ത എന്തോ അയലകത്തിൻ്റെ അടുത്തുണ്ട്. ഇത് തിരിച്ചു പിടിക്കണം. അതാ കുടുംബം. നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ കൂടെ നിൽക്കുന്നതാണോ ഇഷ്ടം? നിങ്ങൾ അനിയത്തിൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണോ?
നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സൗകര്യമുണ്ട്. പക്ഷെ എന്താ കാര്യം, ഇവിടെ ഇല്ലാത്ത എന്തോന്ന് അവിടെ ഉണ്ട്. ആ ഇല്ലാത്ത എന്തോന്ന് തിരിച്ചു പിടിച്ചാൽ കുടുംബം മധുരമാകും. അതെവിടുന്ന് തുടങ്ങണം? നമ്മുടെ ജീവിതത്തിൽ തുടങ്ങണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നറിയോ? എൻ്റെ വീട്ടിൽ എന്തിനാ കുടുംബം എന്ന് വെച്ചാൽ ദുനിയാവിൽ സമാധാനമായി ജീവിക്കാൻ മാത്രമല്ല സഹോദരന്മാരെ സഹോദരിമാരെ. എൻ്റെ വീട്ടിൽ ഏകദേശം എൻ്റെ ഈ അരക്ക് ഉയരമുള്ളൊരു ബക്കറ്റ് ഉണ്ട്. നിങ്ങളെ വീട്ടിലും ഉണ്ടാവും. അരിപ്പൊടി ഇട്ട് വെക്കാൻ, പയറും അതുപോലെ സാധനം ഇട്ട് വെള്ളം നടക്കാനുള്ളതല്ല. അതിലാണ് എൻ്റെ അടുത്ത നിയമം ഈ കൊണ്ടുപോയി ഇട്ടാലേ തിരുമ്പുള്ളൂ. എൻ്റെ കള്ളിത്തിന് 1.5 ആഴ്ചയായി കാണാലോ 125 ഉറുപ്പിക എടുത്ത് വാങ്ങിയതാ. തിരുമ്പിയിട്ട് അയലുമ നോക്കി, അയലുമലില്ല. പാറിപ്പോയ നോക്കി, അവിടെ എവിടെയില്ല. ഉണങ്ങിയ വക്കൽ അലമാരിൽ അവിടെയില്ല. പടച്ച റബ്ബേ, മെഞ്ഞാന്ന് വാങ്ങിയ തുണി കുപ്പായി തുണി എവിടെ പോയി? ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഞാനത് ബക്കറ്റിലിട്ടപ്പോൾ ലേശം സ്പീഡ് കൂടിപ്പോയി. ഇത് ബക്കറ്റിൻ്റെ അപ്പുറത്താണ്. 1.5 ആഴ്ചയായി എൻ്റെ തുണി ആടെ എത്തിമക്കൾ കിടക്കണ മാതിരി കിടക്കണ. അപ്പം ഞാൻ ചോദിച്ചല്ല, ഇത് തിരുമ്പിയില്ലേ ഇനിയോന്ന് ചോദിച്ചു. ബക്കറ്റിൽ ചീനിയോ ചോദിച്ചു. ഇല്ല. എന്നാ തിരുമ്പിയാളി അറിഞ്ഞു. തിരുമ്പി. അങ്ങനെ ഒരു ബക്കറ്റ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ആ ബക്കറ്റിൽ ഫുള്ള് വെള്ളമാക്കണം. ഇന്നത്തെ ക്യാമ്പ് കഴിഞ്ഞ് പോയിട്ട് എന്നിട്ട് നിങ്ങളെ തല ഒന്ന് വെള്ളത്തേക്ക് താത്തി വെക്കുക. എന്നിട്ട് പുയ്യാപ്പളിനോടോ അല്ലെ ഭാര്യനോടോ കുറച്ചു നേരം അമർത്തി പിടിക്കാൻ പറയരുത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എത്ര സമയം നിൽക്കാൻ കഴിയും? 3 മിനിറ്റിൽ കൂടുതൽ സഹോദരന്മാരെ വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ കഴിയൂലെങ്കിൽ അതാണ് ഖബറിലെ അവസ്ഥ. മൽ മയ്യിത്തു ഫിൽ ഖബരി ഇല്ലാ കഗരീഖിൽ മുതഗവ്വിർ. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ 24 hours. അങ്ങൾക്ക് നമ്മളെ തണുപ്പിന് വേണ്ടി വരേണ്ട പ്രാർത്ഥന ഈ മക്കളതാ. ആ മക്കൾ അങ്ങനെ ആവണമെങ്കിൽ നമ്മുടെ വീടങ്ങനെയാവണം. വീടങ്ങനെയാവണമെങ്കിൽ നമ്മൾ അങ്ങനെയാവണം. ഇപ്പം അങ്ങനല്ല, സംശയമൊന്നുമില്ല. പണ്ട് വയല് കേൾക്കാൻ എൻ്റെ അമ്മൻ്റെ കൂടെ വളരെ ചെറുപ്പത്തിൽ അന്ന് 10 മണിക്ക് ആ വയല് തുടങ്ങൽ. 10 മണി ആകുമ്പോഴത്തേന് നമ്മളൊക്കെ ഉറങ്ങി മൂത്രം ഒഴിക്കുന്ന സമയമായി. അങ്ങനെ പണ്ട പൂളക്കണ്ടത്തിലും ഒക്കെ ഞാനൊക്കെ എത്രയോ കിടന്ന വയല് കേൾക്കാൻ പോലും പായും കൊണ്ടാ നമുക്ക് ഉറങ്ങാനുള്ളത്. അങ്ങനെ വയല് കഴിഞ്ഞ് 1 മണി 2 മണി ലേലമ്പുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ അന്ന് ഈ പുള്ളി ടോർച്ചിങ്ങൊക്കെ ബാറ്ററി ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ച് പുള്ളിയാക്കണ ബാറ്ററി ടോർച്ചാ. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും വയലാക്കാൻ പോയിട്ടേ വയല് കഴിഞ്ഞ് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ ടോർച്ച് ഇങ്ങനെ നന്നാക്കുമ്പോൾ ബം പറഞ്ഞ് ഉസ്താദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനക്ക് ഞാൻ ആമീൻ പറഞ്ഞില്ല. നിങ്ങൾ അങ്ങനെ പറയാഞ്ഞ എയ്നങ്ങൾ പറയാത്തതെന്ന് ചോദിച്ചു. അപ്പൊ പെണ്ണുങ്ങൾ അറിഞ്ഞു ഒന്നിനും ഞാനും പറഞ്ഞില്ലായിരുന്നു. രണ്ടാളും ഓരോന്ന് ഒഴിവാക്കിന്. അപ്പൊ എയ്നങ്ങൾ ഒഴിവാക്കിയത് പെണ്ണിനോട് ഭർത്താവിനോട് ചോദിച്ചപ്പം ഈ മൈതാനത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മളെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അക്ഷരം വേണ്ടിയില്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി പരപ്പനങ്ങാടി മലപ്പുറം ജില്ലയാണ്. എനിക്കുണ്ടായ അനുഭവം 1500 സ്ത്രീകൾ പങ്കെടുത്തൊരു പരിപാടി. നമ്മളെ കുടുംബത്തിൻ്റെ അവസ്ഥ എല്ലാ സൗകര്യം നമുക്കുണ്ട്. അവിടെ പ്രസംഗിക്കാൻ തുടങ്ങാൻ സ്റ്റേജിമക്ക് പോണ പോക്കിൽ 10 വയസ്സായ ഒരു കുട്ടി ബസ്സിൽ കയ്യാട്ടന്മാർ കയ്യാട്ടി അടക്കി എന്നോട്. എന്തേ നിങ്ങളാണോ ഒന്ന് പ്രസംഗിക്കണത്? അതെ. എന്നാ അമ്മ അങ്ങക്കൊരു കത്ത് എന്നാണ്. ഉമ്മ എനിക്ക് 56 വയസ്സായി, ഒരു പെണ്ണ് ഇതുവരെ എനിക്ക് കത്ത് തന്നില്ല. എനിക്കുണ്ടാവുമല്ലോ ഒരു പൂതി. അപ്പം ഇനിയിപ്പോൾ മരിച്ചാൻ കാലത്ത് അള്ളാഹു എന്തോ ഹൈർ ഉദ്ദേശിച്ചു. അള്ളാഹ്ക്ക് ഇപ്പം എന്തോ എപ്പോഴും ഉദ്ദേശിക്കാമല്ലോ. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. ഇനിയിപ്പോൾ 4 കെട്ടും ചെയ്യാലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒന്നേപ്പോ ഉള്ളൂ. അപ്പം ഞാൻ ഈ കത്ത് വാങ്ങി മെല്ലെ പൊട്ടിച്ചു നോക്കാം. 3 വരിയാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന, സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന, പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവരുടെയൊക്കെ നേരെ വിരൽ ചൂടുന്ന അതിശക്തമായൊരു കത്ത് 8 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ കീശയെ കൊണ്ടുനടക്കുക. ആ കത്ത് എഴുതിയ പെണ്ണിനെ ഇതുവരെ ഞാൻ കണ്ടില്ല. അതിൽ 1-ാമത്തെ വരി വലിയ മുജാഹിദായിട്ടൊന്നും കാര്യമല്ല. ഞാൻ വിചാരിച്ച എന്നോടാണെന്ന് എനിക്ക് ബസർക്കൽ തുടങ്ങി. 2 ഭാര്യയോടും കുട്ടികളോടും നന്നായി പെരുമാറണമെന്ന് നിങ്ങൾ പറയണം. ആര്? ഞാൻ. അപ്പം എന്നെ പറ്റിയല്ല. 3-ാമത്തെ വരി എന്താ അറിയോ? ഇപ്പോൾ തന്നെ പറയണം അയാൾ ഇവിടെ ഉണ്ട്. ആര്? ഈ ചങ്ങായി. ആരാണ് അയാൾ? ഈ 1500 സ്ത്രീകളെ സംഘടിപ്പിക്കാൻ 3 മാസമായി ഓടി നടക്കുന്ന ഒരു മുജാഹിദ് പ്രവർത്തകന് ഭാര്യട്ട മാർക്കാണ് ഈ കാണുന്നത്. സഹോദരന്മാരെ, സ്വർഗത്തേക്ക് പോവില്ല, ഒരു സംശയം വേണ്ട. എനിക്ക് സ്വർഗത്ത് പോണോ? എൻ്റെ ഭാര്യൻ്റെ സമ്മതം വേണം. അവൾക്ക് സ്വർഗത്ത് പോണോ? എൻ്റെ സമ്മതം വേണം. ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കാൻ സാധിക്കണം. അത് ഒരു വലിയ വിഷയമാണ്. ഇത് 4 മണിക്ക് നിർത്തേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഒന്നിങ്ങനെ മയപ്പെടുത്തി പറയാം. മൊത്തത്തിൽ 1-ാമത്തെ മനസ്സിലാക്കേണ്ടത്, വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികളുണ്ടാവും ചിലപ്പോൾ ഈ കൂട്ടത്തിൽ. അവർക്കൂടെ ഉപകാരപ്പെടാൻ ഞാൻ പറയാം. വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ? വി എന്ന മലയാള അക്ഷരം
മറ്റൊരു മലയാള വാക്കിനോട് ചേരുമ്പോൾ ഒന്നിലധികം അർത്ഥം ഉണ്ടാവും. ഉദാഹരണം, ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച നാടാ. ഇവിടെ ഇപ്പോൾ ഒരാൾ അപേക്ഷപുറത്തിൽ ദേശം എഴുതാൻ പറഞ്ഞാൽ തീക്കുനി എന്നാണ് എഴുതുക. ഞാൻ എഴുതിയത് കൂളിമാടുന്ന അല്ലേ? എന്താ കാരണം നമ്മൾ ജനിച്ച നാടാണ്. ആ ദേശം എന്നതിന് പുറത്ത് വി വന്നാലോ വിദേശം, അന്യനാട് എന്നായി. വാഹം എന്ന് വഹിക്കുക എന്നാൽ കൂടെ ജീവിക്കുക. ആര്? വിവാഹം. വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത അഭിരുചികളുള്ള, കാഴ്ചപ്പാടുകളുള്ള, സമീപന രീതിയുള്ള, സ്വഭാവമുള്ള രണ്ടാളുകൾ കൂടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചേരായ്മ ഉണ്ടാവും. ആ ചേരായ്മയെ ആരോഗ്യകരമായി ചേർത്ത് വെക്കുന്നിടത്താണ് ഒരു കുടുംബം വിജയിക്കുന്നത്. അവിടെ സൗന്ദര്യത്തിന് ഒരു സ്ഥാനമില്ല, വിദ്യാഭ്യാസത്തിനോ തീരെ സ്ഥാനമല്ല. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം, നേരത്തെ അവിടെ പ്രസംഗിച്ചു, നമുക്ക് വിവാഹം വേണ്ട. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പം എനിക്ക് 10 പൈസ വിലല്ല. കാരണം എൻ്റെ മോൻക്ക് വേണ്ടി ഞാൻ കല്യാണം ആലോചിക്കാൻ തൊട്ട് 6 മാസമായി. എൻ്റെ പെണ്ണ് വലിയ മൗലവിയാണോലോ. നിങ്ങൾ നാടൊട്ടാകാൻ നടക്കണ്ടല്ലോ. നിങ്ങളെത്ര കല്യാണം ഉണ്ടാക്കിക്കൊടുത്ത് നിങ്ങളെ മോൻക്ക് ഒരു പെണ്ണിനെ കിട്ടിയോ? മുണ്ടാതക്കല. അപ്പോൾ ഉറങ്ങിയ മാതിരി എന്തായാലും അന്തിയൊക്കെ ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങിയ മാതിരി കണ്ണ് പൂട്ടി കൂർക്കം വെച്ചില്ല. കാരണം ഇവിടെ വർത്താനം കേട്ടുകൂടിയിട്ട് എന്താ പെൺകുട്ടിയല്ലേറ്റല്ല, ഏടെങ്കിലുമൊക്കെ കണ്ട് തപ്പിപ്പിടിച്ച് മോൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് പിന്നെ കല്ലും തോണി ആണ്ടമാതിരി ഒരു നൊരയും പതിയില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ വിളിച്ചല്ല, ഞാൻ എൻ്റെ മോനായ എന്താ അറിയോ മോള് പറഞ്ഞത് PG കഴിയട്ടെ എന്നാ. എന്താണ് ആ PG? ഓക്കു അറിയില്ല, വാപ്പവുച്ചല്ല. പിന്നെ അമ്മ വെച്ചിട്ടുണ്ടാവോ? PG കഴിഞ്ഞ ഒരു കുട്ടീനെ എൻ്റെ ഹയാത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുമില്ല. എന്താ പറയുക, വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. വിദ്യാഭ്യാസം മലപ്പുറം ജില്ലയിൽ മൂത്തേടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഒരിക്കൽ രാത്രി 10 മണിക്ക് ഒരു ബാപ്പ എന്നെ വിളിക്കുക. ആ ബാപ്പൻ്റെ ഒച്ച പെണ്ണുങ്ങൾ ഒച്ച. അപ്പോൾ ഈ ഒരു 9 മണിൻ്റെ ശേഷം ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എൻ്റെ പെണ്ണുങ്ങൾ കൊടുക്കാൻ ഇവിടെ ഒരു കച്ചറ ഉണ്ടാകണ്ട. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഒച്ച കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ ഏതോ ഒരു താത്ത വിളിക്കുന്നുണ്ട്, എന്താ ചോദിച്ചാളെ, എനിക്കൊരു പരിചയമില്ലാത്ത ആളാണ്. അപ്പം നോക്കുമ്പോൾ ഒച്ച പെണ്ണുങ്ങളതാണെങ്കിലും സംഗതിയാണ്. അത് ആദ്യത്തെ വാർത്താർത്ഥം തന്നെ നമുക്ക് മനസ്സിലായി. അപ്പം കൊടുത്തതിനായിട്ട് സ്പീഡിൽ ഫോൺ ഇങ്ങോട്ട് ഇതേതോ ഒരു കാക്കയാണ്. ശരി. അപ്പം അയാൾ പറഞ്ഞു, മൗലവി നാളെ ഉച്ചക്ക് നിങ്ങൾക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ് ഈ ചോദിക്കണം. ഞായറാഴ്ച ഉച്ചക്ക് എന്താ പരിപാടി? ഞാൻ വിചാരിച്ചത് തിന്നാനാണ്. അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ചിക്കൻ ഞാൻ കൂട്ടൂല. അത് മൂപ്പർ ചോദിക്കാതെ തന്നെ. അപ്പം അയാൾ പറഞ്ഞു നിങ്ങളെ തിന്നാൻ വിളിക്കുകയല്ല, പിന്നെ ഉച്ച നോൽമ്പ് വിളിക്കാൻ വിളിക്കുക. അല്ല, എൻ്റെ രണ്ടാമത്തെ പെൺകുട്ടി പുയ്യാപ്പട്ടപ്പരം പോണില്ല മൗലവിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് തന്നെ കെട്ടി എന്താ കാട്ടുക നിച്ചല്ലാതെ അങ്ങനെ നിൽക്കുക, അതിൻ്റെ അടുത്ത് കുത്തിരിക്കുന്നുണ്ട്. ഇയാളാണ്ട് കരഞ്ഞു. ഒരു ബാപ്പല്ലേ, ഒരു പെൺകുട്ടി വീട്ടിൽ മുടങ്ങി നാളെ ദുഃഖം നിങ്ങൾക്ക് അറിയില്ല. എനിക്കറിയില്ല, കെട്ടിച്ചിട്ടോ ആകണേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ വലിയ ഉപദേശമൊക്കെ ചെയ്യുന്ന ആളല്ല, ഒന്ന് വന്ന് എൻ്റെ മോളോട് സംസാരിച്ച് നോക്കണം. അങ്ങനെ ഏതായാലും പിറ്റേന്ന് എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ അന്നാണ് ആദ്യം അവസാനമായിട്ട് മൂത്തേടത്ത് പോയത്. ഇനി മൂത്തേടത്ത് പോകാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ അവിടെ ചെന്ന് 2 പെൺകുട്ടികളെ, ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ കഥയെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 പെൺകുട്ടികളാണ് ആ വാപ്പക്ക്. ഒരു പെൺകുട്ടിനെ കിട്ടിയോ ഖത്തർ പെട്രോളിയത്തിലാണ്, നല്ല ശമ്പളമുള്ള ജോലിയാണ്. 1 മാസം ഡ്യൂട്ടി, 1 മാസം ലീവ്. അപ്പോൾ ഒന്നിടവിട്ട മാസം അയാൾ നാട്ടിൽ വരും. ഒരു ഇന്നോവ കാർ വാടകയ്ക്കെടുക്കും. അയാളെ ഭാര്യനെയും കുട്ടിനെയും, അയാളെ അമ്മനെയും ബാപ്പനെയും, ഈ ഭാര്യൻ്റെ അനിയത്തിനെയും, ഭാര്യൻ്റെ അമ്മനെയും ബാപ്പനെയും എല്ലാവരെയും പിടിച്ച് അതിലിട്ട് പല സ്ഥലത്തും കൊണ്ടുപോയി. നല്ലൊരു മനുഷ്യൻ. അങ്ങനെ അവധി തീരുമ്പോൾ കാറ് തിരിച്ചു കൊടുത്ത ആൾ ഖത്തറിലേക്ക് പോകും. ഈ തലാക്ക് പോകാൻ കൂട്ടാക്കാത്ത കുട്ടീൻ്റെ ഭർത്താവ് സൗദിയിലാണ്. സൗദി എന്ന് പറയുമ്പോൾ തന്നെ ശമ്പളം ഏകദേശം ഒക്കെ മനസ്സിലായി 10-25,000 ഉറുപ്പിയുള്ള. അയാൾക്ക് ഇന്നോവ കാറ് പോയിട്ട് ഒരു സൈക്കിളും കൂടി വാടകയ്ക്ക് എടുക്കാൻ കഴിയൂല. ഇതാണ് ഈ കുട്ടി പോകാത്തത്. ഞാൻ ഈ പെൺകുട്ടിനോട് വലിയ കൗൺസിലിംഗ് നടത്തുന്ന ആളാണല്ലോ. എനിക്ക് കൗൺസിലിങ്ങിൻ്റെ പൂതി അന്നാ കെട്ടത്. ഞാനവിടെ ചെന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുളിയാട്ടുമേലെത്തിയാറെ നോക്കിയപ്പോൾ എൻ്റെ ബാക്കിൽ അവിടെ ഉണ്ടോന്ന്. കാരണം ഇയാതി പേടി ഞാൻ ജീവിതത്തിൽ പേടിച്ചില്ല. ഞാൻ അവളോട് ചോദിച്ചത്, മോളെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇന്നോവ കാറ് വാടകയ്ക്കെടുക്കലാണോ? പിന്നെന്താ നിനക്കും അറിയില്ല. ഞാൻ എടുക്കാനുള്ളതൊക്കെ എടുത്ത്, ചെരുപ്പ് ഞാൻ കൈ പിടിച്ച് മൊബൈലും എടുത്ത്, എങ്ങനെ ഞാൻ പുറത്തെത്തിയെന്ന് എനിക്ക് ഓർമ്മ. എന്തായാലും പുറായിലെത്തി. ജനാൻ്റെ ഉള്ളിൽ കൂടെ ബള് പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ അലക്കുകയാണ്. ഒരു ഇന്നോവ കാറ് പോലും വാടകയ്ക്കെടുക്കാൻ കഴിയാത്ത ഒരുത്തൻ്റെ കൂടെ ഞാൻ പോവാൻ തയ്യാറല്ല, നിങ്ങൾ വാപ്പനോട് പറഞ്ഞാളീന്നാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് പറയാനായിട്ട് ഞാനായിട്ട് കയറിയ എനിക്കേ അറിയുള്ളൂ, ഇറങ്ങിയത് എങ്ങനെയാന്ന് അയ്യനാട് പറഞ്ഞാളാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അപ്പം ജീവിതം? വിദ്യാഭ്യാസം BSc നഴ്സിംഗ് കഴിഞ്ഞ് ഒരു ഡോക്ടറുടെ നേരെ താഴെ ഹോസ്പിറ്റലിന് മുഴുവൻ ചാർജ് ഏറ്റെടുത്ത് നടത്തൊരു പെണ്ണിൻ്റെ പ്രതികരണം. അത് എന്ത് ഉത്തരവാദിത്തമുള്ളത്? സൗന്ദര്യം കൊണ്ട് മനസ്സൊന്നാവൂല, വിദ്യാഭ്യാസം കൊണ്ട് മനസ്സൊന്നാവൂല, സമ്പത്ത് കൊണ്ട് മനസ്സൊന്നാവൂല, തറവാടിത്തം കൊണ്ട് മനസ്സൊന്നാവൂല. അതിൻ്റെ പിന്നിൽ ദീൻ വേണം. അതാണ് ഫളഫർ ബിദാത്തി ദീൻ.
ആണും പെണ്ണും തമ്മിലുള്ള ചേരായ്മയെ മബദ്ധത്തെന്ന നൂലുകൊണ്ട് ചേർത്ത് കെട്ടാൻ ഒരു മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. ഞാൻ കുത്തുപടത്തിന് പെരിങ്ങത്തൂരാ, തലശ്ശേരി പെരിങ്ങത്തൂര്. 25 കൊല്ലം മുമ്പ് ആ പള്ളിന്റെ മുമ്പിൽ സഫിലിരിക്കുന്ന ഒരു ബാപ്പ, ആ ബാപ്പന്റെ മകളെ പേര് ഫരീദാണ്. ഓളെ കല്യാണം കഴിച്ച് തൊട്ടപ്പുറത്ത് 2-3 കിലോമീറ്റർ പോയാലെത്തുന്ന കടവത്തൂർ എന്ന സ്ഥലത്തുള്ളൊരു യുവാവാണ്. അവർ കൂടെ ജീവിച്ചത് വെറും 13 ദിവസം. 14ാമത്തെ ദിവസം ആ യുവാവിന് ജോലി ആവശ്യാർത്ഥം ദുബൈയിലേക്ക് പോകേണ്ടി വന്നു. ദുബൈയിൽ പെയിന്റിംഗ് ജോലിയാണ് ഈ സാധുവിന്. ദുബൈയിലെ ബിൽഡിങ്ങിന്റെ ഉയരം ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അതിന്റെ മുകളിൽ കീപ്പട്ടാണ്ട് വീണു. നട്ടല് നിശേഷം തകർന്നു പോയി. കഴുത്തിന്റെ കീപ്പട്ട് ഒരു മൂത്രം കാഷ്ടും ഒന്നും അറിയില്ല. ചോറ് തൊള്ളയിട്ടാലാട്ട് ഇറക്കാന്നല്ലാതെ ഒരു ബറ്റ് ഇങ്ങനെ വീണാൽ ഞമ്മലെടുത്താണ്ട് വെച്ചു കൊടുക്കണം. 25 കൊല്ലം മുമ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഫരീദ എന്ന പെൺകുട്ടിയോട് അവരുടെ കുടുംബക്കാരും ഭർത്താവിന്റെ കുടുംബക്കാരും നാട്ടുകാരും പറഞ്ഞു, മോളെ നീ ഒരു യുവതിയാണ്, 13 ദിവസങ്ങൾ കൂടെ ജീവിച്ചുള്ളൂ. വിവാഹം കഴിഞ്ഞ് അന്ന് അവർക്ക് മാസമുറയായിരുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നിന്റെ ശരീരത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല. 2 കുടുംബക്കാരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, നീ വേറെ കല്യാണം കഴിക്കണം, ഇവനെ നമുക്ക് നോക്കാം, ഇവനക്ക് ഒരിക്കലും ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയൂല. പക്ഷേ ഫരീദ തന്റെ ഭർത്താവിനെ കൈയൊഴിഞ്ഞില്ല. 25 കൊല്ലക്കാലം. സഹോദരിമാരെ ഞാൻ ചോദിക്കട്ടെ, ഒരു ചുടുചുംബനം നൽകാൻ, ഒരു കുഞ്ഞിക്കാല് സംഭാവന ചെയ്യാൻ, ഒരു ചേർത്ത് പിടിക്കാൻ സാധിക്കാത്ത ഈ ജീവച്ചവത്തെ 25 കൊല്ലക്കാലം മാറോട് ചേർക്കാൻ ഫരീദ കാണിച്ച വികാരത്തിന്റെ പേരാ മവദ്ദത്ത്. ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ വിട്ട് ബലി പോവോ? ഇപ്പോൾ ആലോചിക്കണ എന്താ, വേറെ കെട്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. എനിക്ക് ബോധ്യമില്ല, നടക്കൂലെന്ന് വെച്ചിട്ടാ. കാരണം ചെലവിന് കൊടുക്കണല്ലത്. എന്താ കാര്യം? നമ്മൾ വിചാരിച്ച ഒന്നും ഇവിടുന്ന് കിട്ടണില്ല. പരിശോധിക്കണങ്ങൾ. അതാണ് മവദ്ദത്ത്. ഇതായ പ്രവാചകന്റെയും ഭാര്യമാരുടെയും ഇടയിലുണ്ടായിരുന്നത്. ഞാൻ ഒറ്റ ആയത്തോതി അതിന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹ്, നമ്മളിപ്പോൾ ഈ അങ്ങാടി ചെന്നിട്ട് ഒരു മൊബൈൽ ചോദിച്ചാലേ, ഒരു മൊബൈൽ അല്ല, ഒരു പെട്ടിയാ തരിക. ആ പെട്ടി പൊട്ടിച്ചു നോക്കിയാൽ ഹാൻഡ്സെറ്റ് ഉണ്ടാവും, ചാർജർ ഉണ്ടാവും, സിം കാർഡ് ഉണ്ടാവും, പല ആദ്യ സാധനം ഉണ്ടാവും, കൂട്ടത്തിലൊരു ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടാവും തിരിയാത്ത. അപ്പൊ ഞാനിപ്പോ ഹാൻഡ്സെറ്റ് എനിക്ക് മനസ്സിലായി, ചാർജർ എന്തിനാന്ന് മനസ്സിലായി, സിം കാർഡ് എന്തിനാന്ന് മനസ്സിലായി, ആരെ ഇപ്പൊ ഒരു ഇംഗ്ലീഷ് പുസ്തകം അതിൽ വെച്ചോ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തിരിയാത്തോണ്ട് എടുത്ത് റേറായിട്ട് കൊടുത്ത്. എനിക്ക് തോന്നിയ മാതിരി ഞാൻ മൊബൈൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് വാങ്ങി അന്ന് തന്നെ കേടുവരും. അതേപോലെ തന്നെ അള്ളാഹുവാണ് മനുഷ്യനെ ഭൂമിക്കിറക്കിയത്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ മാനുവലാണ് ഖുർആൻ. ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയാവും, കുടുംബം ഏറ്റവും നല്ല കുടുംബമാകും, സമൂഹം ഏറ്റവും നല്ല സമൂഹമാകും. ഖുർആനിലേക്ക് തിരിച്ചു വരണം. അപ്പൊ ഖുർആൻ അനുസരിച്ച് ജീവിച്ച കുടുംബത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹ നയിച്ച കുടുംബജീവിതം. ആ കുടുംബജീവിതം ഞാൻ എടുത്തു ഉദ്ധരിക്കാൻ കാരണം, ആ കുടുംബജീവിതത്തിൽ സൗന്ദര്യം ഒരു മാനദണ്ഡമായിരുന്നില്ല, പ്രായം ഒരു മാനദണ്ഡമായിരുന്നില്ല. അല്ലല്ലോ, 40 വയസ്സാ, 25 വയസ്സാണ് യുവാവൻ. അങ്ങനെ കല്യാണം നമ്മളെ നാട്ടിൽ നടക്കൂല. എന്നിട്ടോ ആ കുടുംബജീവിതത്തിൽ 4 പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ സഹോദരിമാരെ നമ്മൾ പരിശോധിക്കണം, ഈ 4 ഗുണം നമ്മളെ കുടുംബത്തിനുണ്ടോന്ന്. ഒന്ന്, ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ഇന്ന് രാത്രി ചോദിക്കേണ്ട ചോദ്യമാണ് ഓനോട്. 10-30 കൊല്ലമായി പോട്ടെ, മൗലവി പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, നിങ്ങൾക്ക് ഇന്നെ കെട്ടിയതിന് ശേഷം വേറെ കെട്ടാ പൂതി ഹാന്നല്ലോ. ഓൻ എന്നോ പൂതി വെച്ച് കിടക്കണം. അപ്പൊ ഒന്നാമത്തെ ഇല്ല. 2, ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ വർഷത്തിന് പ്രവാചകനിട്ട പേര് ദുഃഖത്തിന്റെ വർഷം എന്നാ. 3, പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. മക്കം 10ന്റെ ദിവസം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഹറമിൽ ചെന്ന് 2 റക്അത്ത് ദുഹാ നമസ്കരിച്ചു. എന്നിട്ട് ഹറമിന്റെ ഉള്ളിൽ, കഅബന്റെ ഉള്ളിൽ 300 ചില്ലാനം വിഗ്രഹം നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും കടുത്ത ശത്രു ശിർക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ വിഗ്രഹത്തൊക്കെ എടുത്തെറിഞ്ഞതിന് മുമ്പ് എങ്ങോട്ടാ പോയത്? 10 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഭാര്യന്റെ കബറിങ്ങ പോയി ദീർഘസമയം പ്രാർത്ഥിച്ചു. 10 കൊല്ലം കഴിഞ്ഞിട്ടും സ്നേഹത്തിനൊരു കുറവും വന്നില്ല. 4ാമത്തെ പ്രത്യേകത എന്താ അറിയോ? തന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ കുടുംബക്കാർക്ക് എത്തിച്ചു കൊടുക്കും. ആ സ്നേഹത്തിന്റെ ആഴം എന്താ ഉണ്ടാവാൻ കാരണം? അത് നമ്മുടെ സമൂഹത്തിൽ, കുടുംബത്തിൽ ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്ന ഭാവം ഉണ്ടല്ലോ, അത് മാറ്റി വെക്കണം. റബ്ബി ശറഹ് ലീ സദ്രി. മൂസാ നബി ചോദിച്ചു വാങ്ങിയ ആയുധം അള്ളാഹു 2 ആയുധം ചോദിക്കാതെ കൊടുത്ത്. എന്ത്? വടി നിലത്തിട്ടാ പാമ്പാവുക, ചോദിച്ചിട്ട് കൊടുത്താല്ല. കൈ കക്ഷത്തിൽ വെച്ചാൽ പ്രകാശിക്കുക, ചോദിച്ചിട്ട് കൊടുത്താല്ല. പിന്നെ ഇത് മൂസാ നബി പറഞ്ഞു, ഇത് 2ആയിട്ട് പോകാൻ കഴിയൂല, എനിക്ക് വേറൊരു ആയുധം വേണം. അത് ബോംബും തോക്കുമൊന്നുമല്ല. റബ്ബി ശറഹ് ലീ സദ്രി, മനസ്സ് വിശാലമാക്കി തരണേ റബ്ബേ. ഇന്ന് പണ്ട് വീട് ശുഷ്കം, മനസ്സ് വിശാലം.
ഇന്ന് മനസ്സ് ശുഷ്കം, വീട് വിശാലം. അതുകൊണ്ടാണ് നമ്മളെ ഒരു വീട്ടിലും പോകുന്നില്ലല്ലോ. ഞാനൊക്കെ എൻ്റെ വാപ്പ വെച്ചിട്ട് 55 കൊല്ലായി. എനിക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് വാപ്പ മരിച്ചു. അന്നൊക്കെ വെല്ലങ്ങ് പോകുക എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സ്കൂൾ ഇടാൻ കാത്തിക്കല. അങ്ങോട്ട് പോയാൽ അവിടെ എന്താ ഉണ്ടാകുക? എല്ലാവർക്കും കിടക്കാൻ സ്ഥലമുണ്ടോ? എല്ലാവർക്കും തിന്നാൻ ഭക്ഷണം ഉണ്ടോ? എല്ലാവർക്കും കള്ളിത്തുണി ഉണ്ടോ? എൻ്റെ വല്യമ്മ 9 പേരമക്കളാ. 9 പേരമക്കൾക്കും കൂടി ഒരു തലക്കാണി വെച്ചു കൊടുത്താൽ ആ തലക്കാണിൻ്റെ അവസ്ഥ എന്താണ് ആലോചിച്ച് നോക്കിയത്. അപ്പം ഞാൻ വല്യമ്മനോട് പറയും, വല്യമ്മ എനിക്ക് മാണ്ടട്ടോ, അൽഹംദുലില്ലാ, ഞാൻ 8 എണ്ണത്തിന് നോക്കിയാൽ മതി. പുതപ്പ് എല്ലാവർക്കും ഒരു അപ്പം നടുവിൽ കിട്ടാനാ മത്സരം. കാരണം ഓൻ ഒഴിഞ്ഞു പോകില്ലല്ലോ. അപ്പം ഞാൻ പറയും എനിക്ക് മാണ്ടട്ടോ. അപ്പം വല്യമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ പാവപ്പെട്ട വല്യമ്മ ഞാൻ എന്തിനാ പറഞ്ഞത് അന്ന് അതിന് മനസ്സിലായില്ല. എന്തിനറിയോ? എല്ലാവരും അറിയാൻ തലക്കാണി ഞാനെടുക്കും, പപ്പും ഞാനെടുക്കും. പിന്നെ രാവിലെ എണീച്ച് കക്കൂസ് പിന്നെ പണ്ടേ അല്ലല്ലോ എണീച്ചൊരു പാച്ചിലായിട്ട് പായല. മൈലേജ് തീരുമ്പോൾ അവിടെ കുത്തിരിക്കും. പിന്നെ മണ്ടിയാ ബുദ്ധിമുട്ടാ ഇല്ലേ? ഈ അസൗകര്യത്തിനിടയിൽ നമ്മളൊക്കെ ബന്ധുവീട്ടിൽ പോയി ദിവസങ്ങളോളം താമസിച്ചിട്ടില്ലേ? ഉണ്ട്. ഇന്നോ സൗകര്യമല്ല, മനസ്സ് ശുഷ്കം. ഇത് ഇപ്പൊ കൊണ്ടുപോയി കെട്ടുക എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇടങ്ങറായി നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞെന്താ അറിയോ, നമ്മളെ ജീവിതത്തിൽ ഞാൻ ഒരു 7 കാര്യം പറയാം. 7 കാര്യം എന്ന് പറഞ്ഞാൽ 7 മണിക്കൂർ പ്രസംഗിച്ചാലും തീരൂല. കുടുംബം ഇമ്പമുള്ളതാക്കണതിൽ ആണും പെണ്ണും പാലിക്കേണ്ട 7 കാര്യം. 1, കാണാനുള്ള കണ്ണ് വേണം. ആരെ? ഇണയെ. ഇണയുടെ ഏത് ഭാഗം? മോന്തല്ല, അത് കണ്ട് കെട്ടി കഴിഞ്ഞി. മനസ്സ്, ഓൻ്റെ ആവലാതി, ഓൻ്റെ പ്രയാസം, ഓൻ്റെ ഞെരുക്കം, അത് കുത്തി നോവിക്കരുത്. അതറിയാത്ത പോലെ അഭിനയിക്കരുത്. ജമ്മിലൂനി ജമ്മിലൂനി എന്ന് പറഞ്ഞ് ഓടി വരികയാണ് പ്രവാചകൻ. എവിടുന്നാ വരുന്നത്? ഇറാഖ്. ഇതെത്തിന് പോയി കുത്തിരുന്നാടെ 10 വയസ്സിൻ്റെ നാട്ടുണ്ടോ? 3 കൊല്ലായി പോയി കുത്തിരിക്കണ്. എന്തിനു കുത്തിരിക്കുക? ഞാൻ ആലോചിച്ചേക്ക്, ഞാനേറ്റാണ് ഹിറാഗുവെ പോയി ഇരുന്നെങ്കിൽ അവിടുന്ന് ജമ്മിലൂനി അല്ലപ്പം ഞാൻ ചാക്കിട്ടാ മുന്നിൽ ഇതെത്തിന് പോയി. എത്ര തന്മയത്വത്തോടു കൂടിയാണ് ആ പ്രവാചകനെ ഖദീജ റളിയല്ലാഹു സ്വീകരിച്ചത്. ഒരു നാട്ടുമില്ലല്ലോ. ഞാൻ 57 ആളും കൊണ്ട് ഹജ്ജിന് പോയ ആളാ അമീറായിട്ട്. ഈ ജന്മണ്ടെങ്കിൽ ഞാൻ പോകില്ലഞ്ഞി അമീറായിട്ട്. യാതി ചെയ്ത ജീവിതത്തിൽ എത്തിക്കാനെന്ന് ഞാൻ കേട്ടില്ല. ഈ 57 ആളിൽ 50 പെണ്ണുങ്ങളായിരുന്നു. പെണ്ണുങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടി സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. റഹ്മാനായ റബ്ബെ, ഞാൻ ആലോചിച്ച് നോക്കാം തീറ്റളെ കൊണ്ടുനടക്കാനുള്ള പണി. എന്നോട് പറയണം, മൗലവി ഹിറാ ഗുഹയെ പോണട്ടോ. ഓൾക്ക് മക്കയും മദീനയും ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോകാമെങ്കിൽ അവിടെ എത്തട്ടെ. ക്ലാസ് തന്നെ തുടങ്ങിയിട്ടില്ല. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ അസറിന് ഹറമിലെത്തി. ചുരുക്കി പറയാം, ഉംറ ചെയ്യിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, ഇശാ നിസ്കരിച്ചു, റൂമിലെത്തി. പെണ്ണുങ്ങൾ ഒന്നാടിൻ്റെ ഉള്ള നാളെ രാവിലെ ഹിറാ ഗുഹയെ പോകണം. ഞാൻ പറഞ്ഞു പൈസ പോയാൽ തർക്കുള്ള വണ്ടി ബുക്ക് ചെയ്ത്. പിറ്റേന്ന് രാവിലെ എന്തേനി ഹരം എന്നറിയോ, കുളിച്ച് സുബിയൊക്കെ നിസ്കരിച്ച് മറ്റേ ആപ്പിളും മുന്തിരിയും. ഈ പൊട്ടത്തി പെണ്ണുങ്ങൾ വിചാരിച്ച ഗുഹ എന്ന് പറഞ്ഞത് കീപ്പട്ടാണല്ലോ ഉണ്ടാകുക. ഇറാഖുവിന്റെ താഴെ വണ്ടി നിർത്തി മേപ്പട്ട് നോക്കിയത് ഓർമ്മയുണ്ട്. ആ മേപ്പട്ട് വലിച്ചേ കീപ്പട്ട് വന്നില്ല. എന്തേ? പോയില്ല. ഇല്ല, ഞാൻ മാത്രമാണ് പോയത്. ഈ ഹിറാ ഗുഹയിൽ 3 കൊല്ലം പ്രവാചകന് ഭക്ഷണമായിട്ട് കയറി ഇറങ്ങിയാണ് പെണ്ണിന്റെ പേര് ഖദീജ റളിയല്ലാഹു അൻഹാ. കാണുകയാണ്, മനസ്സ് കാണുകയാണ്, കേൾക്കാൻ തയ്യാറാവണം. അയ്യുമുണ്ടണ്ട, ഞാൻ കുറെ കാലമായി കേൾക്കണ്, പറയരുത്. എന്ത് കേൾക്കാൻ? 2 ചെവി 1 നാവുന്തിനാ? വർത്താനം പറഞ്ഞേക്കാളിന്റെ ഇരട്ടി കേൾക്കാനല്ലേ. മക്കൾ പറയുന്നത് കേൾക്കണില്ല, എങ്ങനെ നന്നാവുക? ഒരു ഡോക്ടർ രോഗി പറഞ്ഞ് കേൾക്കാൻ തയ്യാറാവാൻ എങ്ങനെ സഹോദരിമാരെ ഡോക്ടർക്ക് വിജയിക്കാൻ സാധിക്കുക? വലിയ വിഷയാട്ടോ. കേൾക്കണം. കേട്ടിട്ട് ഇതിനെ പെടുന്ന പെണ്ണുങ്ങൾ പറഞ്ഞൊക്കെ ചെയ്താൽ നമ്മൾ ജയിലിൽ വേണ്ടി വരൂ. എന്താ ചെയ്യേണ്ടത്? കേൾക്കുക, ഇതിലാട് വിടുക. എന്നിട്ടോ റസൂൽ അസർ നമസ്കാര ശേഷം എല്ലാ ഭാര്യമാരെടുത്തും പോവും. 2 കൈയും ഇങ്ങനെ കെട്ടും. ഈ 2 കൈ ഇങ്ങനെ കെട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മൊബൈൽ ഓഫാക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കോള് വരരുത്. അതിൻ്റെ ഇടയിൽ ആയിഷ റളിയല്ലാഹുവിനൊക്കെ എന്തൊക്കെയോ പറയും, ഒരു പൊടിയും ഉണ്ടാവില്ല. പക്ഷെ റസൂൽ എന്നിട്ടോ ഭയങ്കരമായി പോയിട്ടോ എല്ലാ പ്രശ്നം തീർന്നു. ഒന്ന് കാണണം, കേൾക്കണം, സംസാരിക്കണം. ഇല്ലല്ലോ. എൻ്റെ അടുത്ത് വന്ന ഒരു ഫാമിലിയോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ ബെഡ്റൂമിലെ ഈ ഫർണിച്ചർ എന്തൊക്കെ ചോദിച്ച് ഞാൻ കുടുങ്ങിപ്പോയി. കാരണം എന്താ അറിയോ? ഓളെ വാപ്പ കൊടുത്തേനി. ഓക്കെ, അത് ഞാൻ ആലോചിച്ചില്ല. വെളുങ്ങട്ട് പറഞ്ഞ് അങ്ങനത്തെ കറ്റാര, അങ്ങനത്തെ അലമാരി. ഞാൻ ചോദിച്ചു, നിങ്ങളെ ബെഡ്റൂമിൽ കസേല ഉണ്ടോ? ഇല്ല. എന്നാൽ 2 കസേല വാങ്ങി നിങ്ങളെ പ്രശ്നം തീരും. കസേല ഇട്ടാൽ എങ്ങനെ പ്രശ്നം തീരുക? അയിമക്കുത്ത് വർത്താനം പറയൂ. അയിമക്കുത്തിരുന്ന് വർത്താനം പറയൂ. വർത്താനല്ലല്ലോ. 8 മണിക്ക് ഭർത്താവ് ഭക്ഷണം കഴിച്ചു വന്ന് കിടന്നു. ഭാര്യ ഭക്ഷണം കഴിച്ച് അടുപ്പ് വൃത്തിയാക്കി ഒക്കെ തുടച്ച് എല്ലാം കണ്ടു കഴിഞ്ഞ് 10 മണിയായി ഇങ്ങനെ വരുമ്പോ ഇവൻ കിടന്നുറങ്ങി നീറ്റ് മൂത്രമൊഴിച്ച് പിന്നെയും കിടന്ന്. എന്ത് ഇത് ബെഡ്റൂം അല്ലേ? സഹോദരിമാരെ, നിങ്ങൾ വെപ്പുകാരോ അല്ലെ ഭാര്യമാരാണോ?
സംസാരം വേണം. ഇപ്പൊ ഇവിടുന്ന് +2 അവാർഡ് കിട്ടിയ ഒരു കുട്ടിക്ക് ഇങ്ങോട്ട് സമ്മാനം കൊടുത്താൽ ഓളെ വാപ്പയും ഉമ്മയും ഫോട്ടോ എടുക്കും, ഓലെ കുടുംബ ഗ്രൂപ്പിലെ ഇടും. എന്താ മറുപടി? തൊള്ളോണ്ടല്ല. ഇങ്ങനെ അള്ളാഹു പറയാ അല്ലമഹുൽ ബയാൻ, അള്ളാഹ് തന്റെ വലിയ അനുഗ്രഹമായിട്ടാണ് സംസാരശേഷി. പക്ഷെ കുടുംബത്തിൽ സംസാരം കുറയുന്നു. സംസാരിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം. വലിയ വിഷയമാണ്. സ്നേഹം മനസ്സുകൊണ്ട് നടന്നാൽ പോരാ, പ്രകടിപ്പിക്കണം. റസൂൽ ഒരുപാട് ഉദാഹരണം കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെയോ പുഞ്ചിരിക്കണം. ഇണയുടെ ആവശ്യം ഇണ പറയാതെ മനസ്സിലാക്കണം, ചേർത്ത് പിടിക്കണം. ഒരു മനുഷ്യന് 3 വിശപ്പുണ്ട്. 3 വിശപ്പും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തീരണം. ഒന്ന് ഭക്ഷണത്തിനുള്ള വിശപ്പ് നമ്മളെ വീട്ടിൽ നിന്ന് തീരണം. മറ്റൊന്ന് സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും സ്നേഹം ഇങ്ങോട്ട് കിട്ടാനുള്ള വിശപ്പ് പ്രായം കൂടുന്തോറും കൂടി വരും. ഒരു പ്രായത്തുമ്പോൾ ആ സ്നേഹത്തിന് ഒരു ലൈംഗിക ചുവ വരും. അത് തീർക്കാൻ ഭാര്യമാരും ഭർത്താവും തയ്യാറാവണം. മൂന്നാമത്തതോ അംഗീകാരം. ബാപ്പക്ക് ബാപ്പ എന്ന അംഗീകാരം, ഭാര്യക്ക് ഭാര്യ എന്ന അംഗീകാരം, ഭർത്താവിന് ഭർത്താവ് എന്ന അംഗീകാരം, കുട്ടിക്ക് കുട്ടി എന്ന അംഗീകാരം. ഇത് 4 കിട്ടണില്ല. അതാ കുടുംബത്തിലെ പ്രശ്നം. പിന്നെയോ ഇണയുടെ കൂടെ കുറേ സമയം നേരത്തെ പറഞ്ഞല്ലോ, ക്വാളിറ്റി ടൈം. നമ്മൾ ഇണകൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കണം. മക്കളുടെ കഴിവുകൾ അറിയണം. ഭാര്യ നന്മ ചെയ്താൽ പ്രശംസിക്കണം, പ്രോത്സാഹിപ്പിക്കണം, അഭിനന്ദിക്കണം. ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാവണോ? ഞാൻ എന്താ പറഞ്ഞറിയോ? അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. പണ്ട് വളരെ പ്രസംഗിക്കാതെ ഇതിപ്പോ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് മുണ്ടൂരായി വർത്താണെന്നു. കാരണം ഓളാളയുടെ ഉണ്ടാവും. ഇവിടെ ഓളെ എങ്ങനെ എത്തൂല എനിക്ക് ഉറപ്പാ. എങ്ങനെയും പറയാലോ. ഇതെന്താ എൻ്റെ വീട്ടിൽ ഇത് അപ്ലൈ ചെയ്യാൻ പ്രയാസം. അതാ പ്രശ്നം. നമ്മൾ പ്രസംഗിക്കാൻ എളുപ്പമാണ്. പണ്ടൊരാൾ തടി കൂടുക, ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല, വെറുതെ തടി കൂടുക. അയാൾ ജിമ്മിൽ പോയി നോക്കി, ഓടി ചാടി മെക്സവനൊക്കെ കുഴങ്ങിപ്പോയി എന്നല്ല, മൂപ്പര തടി കുറയില്ല. അവസാനം കസാലയെ കൊള്ളാതായപ്പോഴത്തൊക്കെ അവസാനത്തൊരു പള്ളിയിലാണല്ലോ. പള്ളിയിൽ ഇമാമ് നിലമ്പൂരിക്കാരനാ. അപ്പോൾ അളിച്ച് മൗലവി നിങ്ങളെ നാട്ടിൽ വല്ല കാട്ടുവൈദ്യന്മാരേറ്റ തടി ഒന്ന് കുറഞ്ഞിട്ടാണ് നീച്ചാൽ നടക്കാനും കിഴക്കാനും സ്റ്റെപ്പ് കയറാൻ പോലും സാധിക്കണില്ല. അപ്പോൾ ഈ തടി കുറയാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒരു 10 പൈസന്റെ മുടക്കും തടി കുറയാനില്ല. ആഹാ, എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ നോക്കി എത്ര റുപ്യ ഡോക്ടർമാർക്ക് കൊടുത്ത്, എന്തൊക്കെ ടെസ്റ്റാണ് നടത്തിയത്, എവിടൊക്കെ പോയി. ഇന്നാ അത് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ പറഞ്ഞുകൂടെ ഇനിയോ എന്നാണ് ചോദ്യം. ആരെ? ഈ തടിച്ചോന്റെ. അപ്പം അയാൾ പറഞ്ഞു, മൗലവി പറഞ്ഞു, നിങ്ങളിപ്പോഴല്ല എന്നോട് പറഞ്ഞു, എന്നോട് ഇപ്പോഴേ പറയേണ്ടത്, ഞാൻ നേരത്തെ അറിയില്ലല്ലോ. ആ അത് ശരി, അതൊക്കെ വലിയ ഉപകാരമായിട്ടോ. അപ്പോൾ ഒരു മരുന്ന് എഴുതി കൊടുത്താൽ ഒരു സംശയം എപ്പോഴും ബാക്കി ഉണ്ടാവും, ഭക്ഷണത്തിന് ശേഷമാണോ മുമ്പാണോ. ഇങ്ങനെ ആക്കേണ്ടതേ, ഭക്ഷണത്തിന് ശേഷമാണോ മുമ്പാണോ എന്ന് ചോദിച്ചാൽ അപ്പം അയാൾ പറഞ്ഞു, ഭക്ഷണത്തിന് ശേഷവും അല്ല മുമ്പും അല്ല, ഭക്ഷണം വേണോന്ന് ചോദിക്കുമ്പോൾ അത് നടക്കൂല. എന്നാൽ തടിയും കുറയില്ല. ഏത്? ഞാൻ നന്നാവൂല, ഓള് നന്നായിക്കോട്ടെ, നന്നാവൂല. ഞങ്ങൾ രണ്ടാളും നന്നാവൂല, മക്കൾ നന്നായിക്കോട്ടെ, നന്നാവൂല. മക്കൾ ടാപ്പാ, നമ്മൾ ടാങ്കാ. ടാങ്കിലെ വെള്ളം കലങ്ങിയാൽ കലങ്ങിയ വെള്ളമേ ടാപ്പിലൂടെ വരുള്ളൂ. റിപ്പർ ചന്ദ്രൻ്റെ അനുഭവം ബേക്കിലൂടെ വന്നിട്ട് ഈ ആമരോണ്ട് ഇങ്ങനെ മുട്ടിക്കൊല്ലുന്ന ചങ്ങായി ഓനെ പിടിച്ച് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച അവസാനത്തെ ആഗ്രഹം അമ്മയെ കാണണമെന്നാ. അമ്മ വളരെ സന്തോഷത്തോടെ വന്ന് കെട്ടിയാണ്ട് പിടിച്ച് മോനും നല്ലോണം ഒരു പിടുത്താണ്ട് പിടിച്ച്, എന്നിട്ടോ ഇടത്തെ ചെവി കടിച്ചു കണ്ട് പറിച്ചോണ്ട് തുപ്പി. ആര്? റിപ്പർ ചന്ദ്രൻ. എന്നിട്ട് പറഞ്ഞു, തള്ളേ, ഞാൻ ചെറുപ്പത്തിൽ ചെറിയ മോഷണം നടത്തിയപ്പോൾ നിങ്ങൾ എന്നെ തടഞ്ഞിരുന്നെങ്കിൽ ഈ കൊലക്കയർ ഞാൻ ഇരയാകുമായിരുന്നില്ല. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ റിപ്പർ ചന്ദ്രൻ കേരളത്തിന്റെ മണ്ണിൽ ചെയ്തതാണത്. എവിടെ തകരാറ്? കുടുംബം എന്ന സംവിധാനം തകർന്നുപോയി എന്നതാണ്. അതിനെ തിരിച്ചു പിടിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതിനുള്ള പ്രചോദനവും വേദിയുമായി ഇത്തരം സംഗമങ്ങൾ മാറണം. പ്രാർത്ഥനയോട് മാത്രം നന്നാവില്ലട്ടോ. ഞാൻ അവസാനിപ്പിക്കുക. മൗലവിമാരെ കാണുമ്പോൾ നമ്മളെ പണി ദ്വാരക്കൽ മാത്രമാണ് ഈ സാധുള്ള വിചാരം. നമുക്ക് വേറെതൊക്കെ പണിയുണ്ട്. നിങ്ങളെ കുടുംബം നന്നാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്യൂല, എന്നിട്ട് ദ്വാരക്കനട്ടോ. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നന്നാവൂല സഹോദരന്മാരെ. ഒരു പള്ളിയിൽ ഒരുത്തനെ സുബി നിസ്കരിക്കാൻ വന്ന് സുബി നിസ്കരിച്ചിട്ട് ദ്വാരക്കും, പടച്ചോൻ എനിക്കൊരു കുട്ടിനെ തരണം, ആൺകുട്ടി വേണം, അങ്ങനത്തെ കുട്ടി ഇങ്ങനത്തെ കുട്ടി. മൂപ്പർക്ക് കുട്ടിയല്ല. ഇവനെ ദ്വാരക്കണത് ഉറക്കായതുകൊണ്ട് ഇത് മൗലവിന്റെ റൂമിന്റെ നേരെ ജനാലിന്റെ താഴത്തുന്ന ദ്വാ. ഇയാൾക്ക് ഉറങ്ങാൻ വയ്യ. അപ്പോൾ ഇയാൾ വിചാരിച്ച് കുട്ടികൾ ലേറ്റല്ലേ, കുട്ടികൾ ഉണ്ടായാൽ പിന്നെ ദ്വാരക്കൂലല്ലോ, ഒരു 5-6 മാസമൊക്കെ അല്ലേ ദ്വാരക്കുള്ളൂ. ഇവന്റെ 5-8 മാസം കഴിഞ്ഞൊരു ഗൗരവം കൂടുക എന്നല്ലാതെ കുറയില്ല. അപ്പൊ ഇയാൾ ഒരിക്കൽ പുറത്തൊന്ന് ചോദിച്ചാൽ, അല്ലല്ലോ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഇനിയും ഗർഭം ഉണ്ടായില്ലേ? ഇല്ല. ഓ പാവം, അള്ളാഹു ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് 2 കൂടി കൊടുക്കും, ചിലർക്ക് 2 കൊടുക്കൂല.
പക്ഷേ നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. സക്കരിയ നബിക്കൊക്കെ ഒരുപാട് പ്രായതിൻ്റെ ശേഷമല്ല കുട്ടികളുണ്ടായത്. ഞാനും ദ്വാരക്ക, അയ്യും ദ്വാരക്ക്. അയാളെ കേക്ക ഒരു ദ്വാ മൗലവി, ഇയാൾക്ക് പടച്ചോനെ നല്ലൊരു ആൺകുട്ടിനെ ഒരു കുട്ടിനെ കൊടുക്ക് ഒക്കെ പറഞ്ഞു. പോണ പോക്കിൽ മൗലവി ചോദിച്ചു എവിടുന്നാ പെണ്ണെട്ടിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു പെണ്ണെട്ടിയില്ല പറഞ്ഞു. ഇയാൾ 5-8 മാസം ഉറക്കാട് പോയി എന്നല്ലാതെ ഈ ഹമുക്കിന് ജീവിതത്തിൽ കുട്ടികളുണ്ടാവുമോ? ദുആ കൊണ്ട് മാത്രം നടക്കൂല, നമ്മൾ മാറണം. റബ്ബനാ തഖബ്ബൽ മിന്നാന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച് കഅബ ഉണ്ടാക്കിയതിന് ശേഷമാണ്, അമൽ ചെയ്തതിന് ശേഷമാണ്. നമ്മുടെ കർമ്മങ്ങൾ ഫലസിദ്ധി ഉള്ളതാക്കുന്നത് അല്ലാഹുവാണ്. അപ്പം നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മളെ ജീവിതത്തിൽ എന്താ തെറ്റുള്ളത് നോക്കി തിരുത്തി എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ലിവിങ് റൂമിന് ജീവിതം തിരിച്ചു നൽകണം. വീട്ടിലുണ്ടാക്കുമ്പോൾ കിച്ചണുണ്ട്, ഓഫീസ് റൂമുണ്ട്, ബെഡ്റൂമുണ്ട്, സ്റ്റെയർ കേസ് ഉണ്ട്, വരാന്തയുണ്ട്. ലിവിങ് റൂം, ജീവിച്ചിരിക്കുന്ന റൂം, അത് മരിച്ചുപോയി. എന്താ? കൂടെ ഇരുന്ന് കണ്ണിൽ കണ്ണ് നോക്കി സംസാരിക്കുക, അത് വീട്ടിലില്ല. അങ്ങനെ നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കണം. അതിലേക്ക് ഖുർആനെ കൂടി കൊണ്ടുവന്ന് ഖുർആൻ പഠനവും പരലോക ചിന്തയുണ്ടാക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി ഇവിടെ നമ്മൾ ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഇസ്ലാമിക കുടുംബമായി നമ്മുടെ കുടുംബത്തെ മാറ്റാൻ ഓരോരുത്തരും പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ ഹാളിൽ ഈ ഒരുമിച്ച് കൂടിയതുപോലെ കുടുംബസമേതം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.